ശാലിനി, എന്തൊക്കെയോ കുഴപ്പങ്ങളിൽ ശിവൻ ചാടിയിട്ടുണ്ടല്ലോ. മോളെ, രാഘവേട്ടൻ ഇവിടെ വലിയ ബഹളത്തിലാ. വിഷ്ണുവിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ മോളെ വിളിക്കാനാ പറയുന്നത്. വിളിച്ചില്ലെങ്കിൽ ഇറങ്ങി സ്റ്റേഷനിലേക്ക് പോകുന്നോ പറയുന്നത്. അച്ഛനോട് പറയമ്മേ, ഞാൻ സ്റ്റേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇനി ഞാൻ പറയണമെങ്കിൽ പറയാം. ആ, എന്നാ മോള് തന്നെ കാര്യങ്ങൾ അങ്ങ് നേരിട്ട് പറ, ഞാൻ കൊടുക്കാം. ശാലിനി, എന്താ പറയണ്ടെന്ന് വെച്ചാ നേരിട്ട് പറ. മകളെ ശാലിനിയെ, കള്ളക്കേസാ. വിഷ്ണുവിന് നേരെ കള്ളക്കേസ് കൊടുത്തേക്കുവാ. മോളി എന്നാലേ അവനെ വിടത്തുള്ളൂ, ഇല്ലെങ്കിലേ അവനെ അവർ ഉപദ്രവിക്കുന്നേ. ഇല്ല അച്ഛാ, അത് ഞാൻ വിളിച്ച് എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇത് കള്ളക്കേസാ. കേസാക്കിയതുകൊണ്ട് സ്റ്റേഷൻ വരെ ഒന്ന് പോവേണ്ടി വരും. അച്ഛൻ വിഷമിക്കണ്ട, വേണ്ടത് ഞാൻ ചെയ്തോളാം. ആ ശരി മകളെ. പിന്നെ എന്നിട്ട് വേഗം അവനെ കൂട്ടിക്ക് വാ. നീ എന്തൊന്നും പറയാത്തെ? വേഗം അവനെ കൂട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ, ഇല്ലെങ്കിലേ ഞാൻ ഇങ്ങോട്ട് വരുവേ. വേണ്ട അച്ഛാ, ഞാൻ വന്നോളാം. ആ എന്നാ ശരി. ആ മോള് ചോദിച്ചു. ആ വേഗം വരണം കേട്ടോ. ഇയാൾ ഫോൺ തേടോ? അയ്യോ, ഞാനത് മാറ്റി വെച്ചു സാറേ. ആ അതാ തനിക്ക് നല്ലത്. ഈ ഒരു ചിന്താഗതിയായിട്ട് നടക്കുന്ന ഇവളുമാരെയല്ലേ റസാഖ് ഇതിനകത്ത് പിടിച്ചിടേണ്ടത്. ഇത്രയും നേരം അയാൾ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടിന് നമ്മൾ എന്ത് ന്യായീകരണം പറയാൻ പോകുന്നത്? കാളെ പെറ്റൊന്ന് കേട്ട കയറെടുക്കുകയല്ല വേണ്ടത്. അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചതിന് ശേഷം മാത്രം നടപടിയെടുക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരും മേലുദ്യോഗസ്ഥർക്ക് മുന്നിൽ. അയാളെ തുറന്നുവിട്. തനിക്കായിരുന്നല്ലോ അയാൾ അറസ്റ്റ് ചെയ്യാനായിട്ട് കിടക്കപ്രതിയിലായിരുന്നത്. ചെന്ന് തുറന്നു വിടോ. ശരി സാർ. സോമശേഖര, മാങ്ങ ലക്ഷ്യം വെച്ചാ എറിഞ്ഞത്. പക്ഷേ ഉന്നൻ ചതിച്ചു അല്ലേ? പ്രായത്തിന്റെയാ കാഴ്ചക്കുറവ്. നമുക്കത് ശരിയാക്കിയെടുക്കാന്നേ. ഓട്ടേടോ SI സോമശേഖര. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അങ്ങനെയല്ലേ റസാഖ്? അതെ മാഡം. മറ്റ് ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ ഇയാളെ റിലീസ് ചെയ്യണം. യെസ് മാഡം. ചേച്ചി, എനിക്ക് നിന്റെ ആ വിളി കേൾക്കണ്ട ഡേസി. എന്നെ ഇനി നീ അങ്ങനെ വിളിക്കണ്ട. ചേച്ചി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കറിയില്ലായിരുന്നു. എന്തറിയില്ലെന്നാ നീ പറയുന്നേ? ഇത്രയും വലിയൊരു ഫ്രോഡുകളി കളിക്കുമ്പോ ഇതിലും വലിയ തിരിച്ചടികൾ ഉണ്ടാവുന്ന നീ പ്രതീക്ഷിക്കണമായിരുന്നു. നിനക്ക് എന്താടി കണ്ണു കണ്ടൂടായിരുന്നോ? തെളിവ് സഹിതല്ലേ അവരത് ചെയ്തത്. നിന്റെ തലയുടെ പുറയിലൂടെ അവർ മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തപ്പോ നീ അത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴേ നീ അത് ശ്രദ്ധയോടെ ചെയ്തില്ലെന്നല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. എന്ത് ജോലി ഏൽപ്പിച്ചാലും അതിനോടൊരു ഉത്തരവാദിത്തം വേണം. കള്ളത്തരമാണെങ്കിലും അത് ചെയ്ത് ഫലിപ്പിക്കുന്നതിനും വേണം ഒരു ഗുരുത്വം. നിനക്കതില്ല. ഉണ്ടായിരുന്നെങ്കിലേ
ഇത്രയും നാണം കെട്ട രീതിയിൽ ഇത് അവസാനിക്കില്ലായിരുന്നു. ശിവനെ കൊടുക്കാൻ വേണ്ടി നീ സ്വയം ചെയ്തു കൂട്ടിയ പേക്കൂത്തുകളുണ്ടല്ലോ, ജനത്തിനിപ്പൊ കാണാപ്പാടോ. TV ഉണ്ടെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് നോക്ക്. നീ കാണിച്ച കള്ളത്തരങ്ങൾ മുഴുവനും ഈ കാണുന്ന ലക്ഷോപലക്ഷം ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഏതെങ്കിലും പാതാളത്തിൽ പോയി ഒളിക്കാൻ നിനക്ക് മാർഗമുള്ളൂ. ജനം തിരിച്ചറിഞ്ഞാലേ നിന്നെ കല്ലെറിയും. സംഭവിച്ചു പോയി ചേച്ചി. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി ആവശ്യം. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചി? നീ ഇനി ഒന്നും ചെയ്യണ്ട. ഏതെങ്കിലും ആൾക്കൂട്ടത്തിൽ പോയി നിന്നാ മാത്രം മതി. അവര് ചെയ്തോളും ചെയ്യേണ്ടതൊക്കെ. ചേച്ചി, ദേ, നീ എന്നോടൊരു ഉപദേശം ചോദിച്ചു, ഞാനത് തന്നു. പക്ഷെ നിനക്കത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് നിന്റെ തെറ്റ്. അതുകൊണ്ട് ഇതുമൂലം എന്ത് ഭവിഷ്യത്ത് സംഭവിച്ചാലും സ്വയം അങ്ങോട്ടിരുന്ന് അനുഭവിച്ചോണം. കൂട്ടുപ്രതിയെ എന്നെ നാറ്റിക്കരുതെന്നാ പറഞ്ഞത് കേട്ടല്ലോ. ചേച്ചി, കേൾക്കണ്ട എനിക്ക് നിന്റെ ആ വിളി. ഇനിയൊക്കെ നിന്റെ വിധി പോലിരിക്കും. അയ്യോ ചേച്ചി, ഞാൻ പറയുന്നു. ഹലോ ഹലോ.